ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് സരോജിനി നായിഡുവിൻ്റെ ഇന്ത്യൻ ഡാൻസേഴ്സ് എന്ന പോയമാണ്. ഫസ്റ്റ്ലി നമുക്ക് പോയറ്റിനെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. സരോജിനി നായിഡു ഒരു പോയറ്റാണ്, കൂടാതെ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അവർ ജനിച്ചിട്ടുള്ളത് 13 ഫെബ്രുവരി 1879 ഹൈദരാബാദിലാണ്. അവർ മരണപ്പെട്ടത് 2 മാർച്ച് 1949 ലക്നൗവിലാണ്. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കൂടാതെ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഇന്ത്യക്കാരിലെ പ്രധാന വ്യക്തിയായിരുന്നു. മികച്ച ഗാനരചന സമ്മാനിച്ച ഒരു എഴുത്തുകാരിയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്നായിരുന്നു വിളിക്കപ്പെട്ടിരുന്നത്. മഹാത്മാഗാന്ധി ബുറാക് കോകില എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ത്യൻ ഡാൻസേഴ്സ് എന്ന ഈ ഒരു പോയത്തിൽ ഇന്ത്യൻ ഡാൻസിൻ്റെ വൈബ്രൻറ്റ് ആൻഡ് എക്സ്പ്രസീവ് ആർട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. ഈ പോയം വിവരിക്കുന്നത് ഡാൻസേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, കോസ്റ്റ്യൂംസ്, ഇമോഷൻസൊക്കെയാണ്. ഇന്ത്യൻ ഡാൻസേഴ്സിൻ്റെ സ്കിൽ ആൻഡ് പാഷനൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട് ഈ ഒരു പോയത്തിൽ. ഈ ഒരു പോയറ്റ് അവർ നേരിടുന്ന ആ ഒരു സ്ട്രഗിളിനെയോ അതല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു എക്സ്പ്ലോയിറ്റേഷനെയോ അല്ല ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മറിച്ച് പോയറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ശൈലിയെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. പോയറ്റ് ഡാൻസേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ഇമാജറീസൊക്കെ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ റൈം സ്കീം വരുന്നത് AB AB, CB CB, DA DA. ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഫസ്റ്റ് ലൈൻസിൽ തന്നെ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡാൻസേഴ്സിൻ്റെ ഐസിനെ കുറിച്ചാണ്. ഡാൻസേഴ്സിൻ്റെ ഐസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു ഇമേജ് വരും, അവരുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഐസ്. ആ ഒരു ബ്യൂട്ടിഫുൾ ഐസിനെ കുറിച്ച് പറഞ്ഞാണ് ഈ ഒരു പോയം തുടങ്ങുന്നത്. ആ ഒരു ബ്യൂട്ടിഫുൾ ഐസിൽ സന്തോഷവും അതുപോലെ എക്സൈറ്റ്മെൻറ്റും നിറഞ്ഞിരിക്കുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നെ പോയറ്റ് പറയുന്നത് ഡാൻസേഴ്സിൻ്റെ ആ ഒരു ഡാൻസ് ചെയ്യുന്നത് അവരുടെ ബോഡി ഫുള്ള് തീ പടരുന്ന പോലെയാണെന്നാണ്. അതായത് ഡാൻസിനെ ഫയറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതെന്താണ്, അവരുടെ ആ ഒരു പാഷനെയും എനർജിയെയുമാണ് അത് കാണിക്കുന്നത്. നെക്സ്റ്റ് പോയറ്റ് ഡാൻസേഴ്സിനെ ഹയാസിന്ത് ഫ്ലവേഴ്സിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ഹയാസിന്ത് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഷൈനിങ് സൈലൻ്റ്ലി ഇൻ ദ ഫൗണ്ടേഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൽ നിശബ്ദമായി തിളങ്ങുന്നു എന്നാണ് പറയുന്നത്. പോയറ്റ് ഹയാസിന്ത് ഫ്ലവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി ആൻഡ് ഫ്രാഗ്രൻസ് ആണ്. അതായത് ഡാൻസേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ മനോഹരവും ശാന്തവും ആകർഷകവുമാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലൈനിൽ മ്യൂസിക് വളരെ വൈൽഡ് ആൻഡ് എൻട്രാൻസിങ് ആണെന്ന് പറയുന്നുണ്ട്. മ്യൂസിക് വളരെ വൈൽഡാണ്, അതുപോലെ ആകർഷകമാണ് എന്ന് പറയുന്നുണ്ട്. ക്ലെവൻ ടു ദ സ്റ്റാർസ്, നക്ഷത്രങ്ങളെ പിളർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നത് മ്യൂസിക്കിൻ്റെ ആ ഒരു സ്ട്രോങ്നെസ്സിനെയാണ്. മ്യൂസിക്കിൻ്റെ ആ ഒരു സ്ട്രോങ്, അതിൻ്റെ ആ ഒരു ശക്തി നക്ഷത്രത്തിൽ തുളച്ച് കയറിയിട്ട് അത് പിളരുന്നതായി തോന്നുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഡാൻസിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് രാത്രിയിലുള്ള ആ നക്ഷത്രങ്ങളെപ്പോലും സമീപിക്കുന്നു. അതിൻ്റെ ആ ഒരു സ്ട്രോങ്നെസ്സിനെയാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഡാൻസേഴ്സിൻ്റെ സൗന്ദര്യത്തെ പോയറ്റ് എന്ത് ചെയ്യാണ്, ഹൂറികളുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഇസ്ലാമിക് മിത്തോളജിയിൽ ഹെവൻസിലുണ്ടാവുന്ന ബ്യൂട്ടിഫുൾ മെയ്ഡൻസാണ് ഹൂറികൾ. അവരുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാൻസേഴ്സിൻ്റെ സൗന്ദര്യത്തെ പോയറ്റ് കമ്പയർ ചെയ്യുന്നത്. ഡാൻസേഴ്സിൻ്റെ ആ ഒരു പ്രകടനം വളരെ ആകർഷമുള്ളതാണ്. നൈറ്റിലെ ആഡംബരപൂർണവും ഇന്ദ്രിയപരവുമായ മണിക്കൂറുകളിൽ ഒരു മന്ത്രം ചൊരിയുന്നു എന്നാണ് പറയുന്നത്. വാച്ചസ് ഓഫ് നൈറ്റ് മീൻസ് രാത്രിയിലെ മണിക്കൂറുകൾ. അതായത് ഡാൻസേഴ്സിൻ്റെ കലാപരമായിട്ടുള്ള കഴിവുണ്ടല്ലോ, അത് വളരെ അട്രാക്റ്റഡ് ആണെന്നും അത് രാത്രി സമയങ്ങളെ അത്ഭുതവും ആഡംബരവുമായി നിറക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. സെക്കൻഡ് സ്റ്റാൻസയിൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നത് പോയറ്റ് ഡാൻസേഴ്സിൻ്റെ ഹെയറിൻ്റെ ആ ഒരു ബ്യൂട്ടിയെക്കുറിച്ചാണ്. ടാങ്കിൾഡ് ഹെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു മെടഞ്ഞിട്ട മുടി ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. അതിൽ റോസാപ്പൂക്കളൊക്കെ ചാർത്തി ചന്ദനക്കുറികളൊക്കെ തൊട്ടിട്ടുള്ള ആ ഒരു ഭംഗിയെയാണ് പോയറ്റ് ഇവിടെ വിശദീകരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ലൈൻസിൽ പോയറ്റ് പറയുന്നത് ഡാൻസേഴ്സിൻ്റെ സ്മൈലിനെ കുറിച്ചാണ്.
ഡാൻസേഴ്സിൻ്റെ സ്മൈൽസിനെ പോയറ്റ് ഒരു മാജിക്കൽ സെർപ്പൻസിനോടാണ് പോയറ്റ് കമ്പയർ ചെയ്യുന്നത്. ഡാൻസേഴ്സ് സ്മൈൽ ചെയ്യുമ്പോഴുള്ള ആ ഒരു മൂവ്മെൻറ്റ്സ്, ആ ചുണ്ടുകൾ പാമ്പുകളെ പോലെ ഇഴചേർന്ന് പുഞ്ചിരിക്കുന്ന ഒരു രീതിയാണെന്നാണ് പോയറ്റ് പറയുന്നത്. പോപ്പീസ് ഓഫ് ലിപ്സ് എന്ന് പറയുന്നുണ്ട്. പോപ്പീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലവേഴ്സാണ്. ബ്യൂട്ടി, ദുർബലത, അതുപോലെ ലഹരി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫ്ലവേഴ്സാണ് പോപ്പീസ്. അവരുടെ ലിപ്സിനെ പോപ്പീസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലൂടെ അവരുടെ ആ ഒരു സൗന്ദര്യത്തെയും മാധുര്യത്തെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പിയേറ്റ് സ്വീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പിയേറ്റുകൾ അവയുടെ മയക്കത്തിനും ലഹരിക്കും പേര് കേട്ടതാണ്. അതായത് ഡാൻസേഴ്സിൻ്റെ ലിപ്സ് വളരെ സ്വീറ്റും അട്രാക്റ്റീവുമാണ്. അവയ്ക്ക് ഓഡിയൻസിനെ മത്ത് പിടിപ്പിക്കാനോ ആകർഷിക്കാനോ ഉള്ള ആ ഒരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ലൈൻസിൽ പോയിട്ട് പറയുന്നത് ഡാൻസേഴ്സിൻ്റെ ക്ലോത്ത്സിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രഭാതത്തിൽ സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന സ്വർണ്ണ തിളക്കമുള്ള ഒരു പേർപ്പിൾ കളറുള്ള ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ലൈൻസിൽ ഡാൻസേഴ്സിൻ്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ആ ഒരു ആംഗ്ലെറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡാൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മൂവ്മെൻറ്റ്സിൽ ആ ആംഗ്ലെറ്റിൻ്റെ താളാത്മകമായിട്ടുള്ള ആ ഒരു ശബ്ദത്തെയാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം, മൂന്നാമത്തെ സ്റ്റാൻസ. ഈ ഒരു സ്റ്റാൻസയിൽ ഡാൻസേഴ്സിൻ്റെ ചലനങ്ങളെയും ഭാവങ്ങളെയും കുറിച്ചാണ് പോയിട്ട് പറയുന്നത്. ഫസ്റ്റ് ലൈനിൽ ഡാൻസേഴ്സിൻ്റെ ആ ഒരു ബിഗിനിങ്ങിൽ അവർ വളരെ സൈലൻ്റ് ആയിട്ടാവും നീങ്ങുന്നുണ്ടാവുക. കാറ്റ് അവരെ സ്പർശിക്കുമ്പോൾ വളരെ താളാത്മകമായി നീങ്ങുന്ന ഒരു ഫ്ലവർ പോലെ അവർ ആടുകയും പാടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പോയറ്റ് ഫ്ലവേഴ്സുമായിട്ടാണ് ഇവിടെ ഡാൻസേഴ്സിനെ കമ്പയർ ചെയ്യുന്നത്. അതായത് ഡാൻസേഴ്സിൻ്റെ ആ ഒരു സൗമ്യവും സ്വാഭാവികവുമായിട്ടുള്ള ആ ഒരു ചലനങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ഇതുവരെ ഇപ്പോൾ അവർ സൈലൻ്റ് ആയിട്ടായിരുന്നല്ലോ, അതായത് ബിഗിനിങ്ങിൽ. അതിനുശേഷം അവർ ഇപ്പോൾ നന്നായിട്ട് വളയുകയും ഊർജ്ജത്തോടെ മിന്നുകയും ചെയ്യുകയാണ്. അതുപോലെ മനോഹരമായിട്ടുള്ള പോസിലൊക്കെ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് അവരുടെ രത്നമണിഞ്ഞ കൈകൾ, ജ്വൽ ഗേർഡ് ആംസ്, അതുപോലെ ലിലിയെ പോലെയുള്ള നീളമുള്ള വിരലുകളും കൊണ്ട് മണിക്കൂറുകളോളം അവരെന്ത് ചെയ്യാണ്, വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ലൈൻസിൽ അവരുടെ ആ ഒരു ചലനങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള അവരുടെ ആ ഒരു കഴിവിനെയുമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻ, അതായത് ലാസ്റ്റ് ലൈന്, അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈന് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഡാൻസേഴ്സ് അവരുടെ കലയുടെ കാര്യത്തിൽ എത്രമാത്രം താല്പര്യമുള്ളവരാണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു ലൈന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി വരുന്നത്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇതിലെ പോയറ്റിക് ഡിവൈസസ് നോക്കാം. ഈ പോയത്തിൽ ഒരുപാട് ഇമാജറീസ് നമുക്ക് കാണാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ പോയം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ആ ഒരു ഐസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ഇമേജ് കടന്നു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലോത്ത്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ഇമാജറീസ് എന്ത് ചെയ്യാണ് ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിലെ പോയറ്റിക് ഡിവൈസസ് വരുന്നത്. So thanks for watching this video. If you understand this video clearly, please share it to your friends. Once again, thank you so much.